ടെക് ലോകത്തെ വാർത്തകൾ. ഇന്ത്യയിൽ ഓട്ടോമൊബൈൽ വ്യവസായം കരുത്താർജിച്ചു. നവംബറിൽ യാത്രാവാഹന വിൽപ്പന 19% വർദ്ധിച്ചതായി സിയാം. ഉത്സവകാലത്തിനു ശേഷം ഡിമാൻഡ് ശക്തമായി തുടരുന്നതിനാൽ നവംബറിൽ കമ്പനികൾ ഡീലർമാർക്ക് യാത്രാവാഹനങ്ങൾ വിറ്റതിൽ 19% വർധനവുണ്ടായതായി വ്യവസായ സംഘടനയായ സിയാം അറിയിച്ചു. കഴിഞ്ഞ മാസം മൊത്തം യാത്രാവാഹന വിൽപ്പന 4,12,405 യൂണിറ്റായി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 3,47,522 യൂണിറ്റായിരുന്നു. 18.7% വർധന. കാർ വിപണിയിലെ പ്രമുഖരായ മാരുതി സുസുക്കി കഴിഞ്ഞ മാസം ഡീലർമാർക്ക് 1,70,971 യൂണിറ്റുകൾ അയച്ചു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 1,41,312 യൂണിറ്റായിരുന്നു. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കഴിഞ്ഞ മാസം 56,336 യൂണിറ്റുകൾ അയച്ചു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 46,222 യൂണിറ്റായിരുന്നു. ഡീലർമാർക്ക് നൽകിയത് 50,340 യൂണിറ്റുകളാണ്. ഡീലർമാർക്ക് ഇരുചക്രവാഹനങ്ങൾ അയച്ചത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 21% വർദ്ധിച്ച് 19,44,475 യൂണിറ്റായി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 16,04,749 യൂണിറ്റായിരുന്നു. സ്കൂട്ടർ വിൽപ്പന നവംബറിൽ 7,35,753 യൂണിറ്റായി ഉയർന്നു. നവംബറിൽ മൊത്തം 3 വീലർ വിൽപ്പന 21% ഉയർന്ന് 71,999 യൂണിറ്റായി. പാസഞ്ചർ വാഹനങ്ങൾ, ഇരുചക്രവാഹനങ്ങൾ, 3 വീലറുകൾ എന്നിവ 2025 നവംബറിലെ എക്കാലത്തെയും ഉയർന്ന വിൽപ്പന കൈവരിച്ചുവെന്ന് റിപ്പോർട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിപണി കീഴടക്കി മാരുതി സുസുക്കി സ്വിഫ്റ്റ്. നവംബറിൽ 19,000 യൂണിറ്റിലധികം വിൽപ്പന നടത്തി. ഈ വർഷം നവംബറിലെ ടോപ്പ് 10 കാറുകളുടെ പട്ടികയിൽ സ്വിഫ്റ്റ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. പട്ടികയിൽ 3-ാം സ്ഥാനത്താണ് സ്വിഫ്റ്റ്. ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഹാച്ച് ബാക്കായി സ്വിഫ്റ്റ് മാറി. മികച്ച 10 കാറുകളുടെ പട്ടികയിൽ ടാറ്റ നെക്സോൺ 1-ാം സ്ഥാനവും ഡിസയർ 2-ാം സ്ഥാനവും നേടി. 19,000 യൂണിറ്റിലധികം വിൽപ്പന നടത്തി. ഹാച്ച് ബാക്ക് വിഭാഗത്തിൽ സ്വിഫ്റ്റ് 1-ാമതെത്തി. 34% എന്ന ശക്തമായ വിൽപ്പന വളർച്ചയും ഈ കാർ രേഖപ്പെടുത്തി. 2025 നവംബറിൽ മാരുതി സുസുക്കി സ്വിഫ്റ്റ് 19,733 യൂണിറ്റുകൾ വിറ്റഴിച്ചു. മുൻവർഷത്തെ അപേക്ഷിച്ച് 34% വർധന രേഖപ്പെടുത്തി. പുതിയ സ്വിഫ്റ്റിന് മുമ്പത്തേക്കാൾ കൂടുതൽ സ്റ്റൈലിഷ്, സ്പോർട്ടി, എയറോഡൈനാമിക് ലുക്കുണ്ട്. ഇതിന്റെ ഫ്രണ്ട് പ്രൊഫൈലും LED സജ്ജീകരണവും ഉപഭോക്താക്കളെ കൂടുതൽ ആകർഷിക്കുന്നു. ഉയർന്ന ഇന്ധനക്ഷമത, വലിയ ടച്ച് സ്ക്രീൻ, കണക്റ്റഡ് ടെക്, മെച്ചപ്പെട്ട സുരക്ഷാ സവിശേഷതകൾ, പ്രീമിയം ഇന്റീരിയർ തുടങ്ങിയ പുതിയ സ്വിഫ്റ്റിന്റെ സവിശേഷതകളാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിലെ സ്മാർട്ട് ഫോൺ പ്രേമികൾക്ക് സന്തോഷ വാർത്ത. ബജറ്റ് സ്മാർട്ട് ഫോൺ വിഭാഗത്തിൽ തരംഗം സൃഷ്ടിക്കാൻ പോക്കോ C85 എത്തി. കുറഞ്ഞ ചെലവിൽ കൂടുതൽ സവിശേഷതകളുള്ള സ്മാർട്ട് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ സുവർണ അവസരമാണ് വന്നിരിക്കുന്നത്. മികച്ച കരുത്തും ഈട് നിൽക്കുന്ന നിലവാരവും കൊണ്ട് 12,000 രൂപയിൽ താഴെയുള്ള വിഭാഗത്തിലെ മികച്ച ഫോണായി മാറുകയാണ് പോക്കോ C85 5G. പോക്കോ C85 5Gയിൽ 2 ദിവസത്തിലേറെ പവർ നൽകുന്ന 6000 mAh ബാറ്ററിയാണുള്ളത്. 33 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ഉള്ളതുകൊണ്ട് ഏകദേശം 28 മിനിറ്റിനുള്ളിൽ 50% ചാർജ് നേടാനാകും. കൂടാതെ 10 വാട്ട് വയേർഡ് റിവേഴ്സ് ചാർജിംഗ് വഴി മൊബൈലുകൾ, TWS ഇയർബഡ്സ്, സ്മാർട്ട് വാച്ചുകൾ, മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ എന്നിവയ്ക്കായി പോർട്ടബിൾ പവർ ബാങ്കായി ഉപയോഗിക്കാനും സാധിക്കും. 6.9 ഇഞ്ച് HD+ ഡിസ്പ്ലേയും 120 Hz അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റും മികച്ച സ്ക്രോളിംഗ്, ആകർഷകമായ ഗെയിമിംഗ്, വ്യക്തമായ ദൃശ്യങ്ങൾ എന്നിവ നൽകുന്നു. മീഡിയാടെക് ഡൈമെൻസിറ്റി 6300ഉം 16 GB വരെ ടർബോ റാമും ഇതിന് കരുത്തേകുന്നു. പോക്കോ C85 ഡിസംബർ 16-ന് ഫ്ലിപ്കാർട്ടിൽ വിൽപ്പനയ്ക്ക് ലഭ്യമാകും. 4GB + 128GB വേരിയന്റിന് 10,999 രൂപയും 6GB + 128GB വേരിയന്റിന് 11,999 രൂപയും 8GB + 128GB വേരിയന്റിന് 13,499 രൂപയുമാണ് പ്രാരംഭ വില. പോക്കോ C85 5G മിസ്റ്റിക് പർപ്പിൾ, സ്പ്രിംഗ് ഗ്രീൻ, പവർ ബ്ലാക്ക് നിറങ്ങളിൽ ലഭ്യമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.